ഹായ് ഫ്രണ്ട്സ്, യാത്രകൾ അവസാനിക്കുന്നു എന്ന് കരുതുന്നിടത്തു നിന്ന് തുടങ്ങാൻ കഴിയണം പുതിയ യാത്രകൾ. അതെ, ഇന്നത്തെ യാത്ര നമ്മൾ വാൾപ്പാറയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാൾപ്പാറ വിശേഷങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇസഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉരളിക്കൽ എന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെയായി ഉരളിക്കൽ ജുമാ മസ്ജിദും ഉരുളിക്കൽ പോസ്റ്റ് ഓഫീസും ലയങ്ങളും കാണാൻ കഴിയുന്നതാണ്. ഈ കാണുന്നതാണ് ഉരുളിക്കൽ പോസ്റ്റ് ഓഫീസ്. ഇവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ തന്നെ ജുമാ മസ്ജിദും നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം തൊഴിലാളികൾ താമസിക്കുന്ന ഇടം കൂടിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും ഞങ്ങൾ കാറിലേക്ക് ലക്ഷ്യമാക്കി നടന്നു. കാറ് മുന്നോട്ട് പോകുകയാണ്. പോകുന്ന വഴിയെല്ലാം വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എനിക്ക് ഇപ്പോൾ എടുത്തു പറയാൻ തോന്നിയ ഒരു കാര്യമാണ് ഇവിടുത്തെ റോഡ്. വളരെ മനോഹരമായ റോഡ് തന്നെയാണ് വാൾപ്പാറ റോഡ്. അതിരപ്പള്ളി മൽക്കപ്പാറ കഴിഞ്ഞാൽ മൽക്കപ്പാറ ടു ഷോളയാർ വരെ വളരെ മോശം റോഡ് തന്നെയാണ്. ഷോളയാർ ഡാം തുടങ്ങി അതിരപ്പള്ളി പൊള്ളാച്ചി വരെയുള്ള റോഡ് വളരെ മനോഹരമായ റോഡാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ റൈഡേഴ്സിന് പ്രത്യേക ഇഷ്ടമാണ്. കൂടാതെ തന്നെ ഈ റോഡിൽ മനോഹരമായ കാഴ്ചാ വിസ്മയം തന്നെ ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് അപ്പർ ഷോളയാർ ഡാമിൻ്റെ റിസർവോയർ. ഇവിടെ നിന്നാൽ മനോഹരമായ കാഴ്ചാ വിസ്മയമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കൂടാതെ തേയിലത്തോട്ടത്തിൽ അവിടെ ഇവിടെയായി വച്ചിരിക്കുന്ന മനോഹരമായ ഓറഞ്ച് മരങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ഷോളയാർ റിസർവോയറിൻ്റെ മനോഹരമായ കാഴ്ചകളും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഷോളയാർ ഡാമിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പോലെയാണ് തേയിലത്തോട്ടങ്ങൾ വച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് വിടവാങ്ങി വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴിയെല്ലാം വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് സമ്മാനിക്കുന്നത്. എല്ലാ വ്യൂവും അടിപൊളി, ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചകൾ തന്നെ. ഈ കാണുന്നതും അപ്പർ ഷോളയാർ ഡാമിൻ്റെ റിസർവോയർ തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ മാരിയമ്മൻ ടെമ്പിൾ കാണാൻ കഴിയുന്നതാണ്. കൂടാതെ ഊരിക്കൽ ഹോസ്പിറ്റൽ ഇവിടെ നിന്നും നോക്കിയാൽ കാണാൻ കഴിയും. വളരെ മനോഹരമായ ഒരു ഇടം കൂടിയാണ് ഈ കാണുന്നത്. ഇവിടെ ചുറ്റും ഫെൻസിംഗ് എല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കൂടാതെ കാറ്റാടി മരങ്ങളും വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയും ഇവിടെ നിന്ന് കാണാൻ കഴിയും. നടപ്പാതയും ഈ റിസർവോയറിനോട് ചേർന്ന് ചെയ്തിരിക്കുന്നതും കാണാൻ കഴിയും. ഈ നടപ്പാത വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ഞങ്ങൾ ഇറങ്ങി കാറ് മുന്നോട്ടെടുക്കുകയാണ്. വാൾപ്പാറ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ ഒരു താലൂക്കും ഹിൽ സ്റ്റേഷനുമാണ് വാൾപ്പാറ. വാൾപ്പാറ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാൾപ്പാറയിൽ നിന്നും 15 കിലോമീറ്റർ മാറി വേറെ ഒരു മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് നല്ലമുടി വ്യൂ പോയിന്റ്. വാൾപ്പാറ ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള നല്ലമുടി എസ്റ്റേറ്റിലാണ് നല്ലമുടി വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. നല്ലമുടി വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള റോഡ് വളരെ ഇടുങ്ങിയ റോഡാണ്. അതുപോലെ തന്നെ ഓഫ് റോഡ് വണ്ടികൾക്കാണ് ഈ റോഡ് ഏറ്റവും ഉചിതം. അടി തട്ടുമെന്നുള്ള ഒരു പ്രയാസവും വേണ്ടി വരില്ല. ഞങ്ങളുടെ വണ്ടി ചെറിയ റിസ്ക് എടുത്താണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഈ കാണുന്ന മഡ് റോഡിലൂടെ ഏകദേശം 1 കിലോമീറ്ററോളം നടക്കേണ്ടി വരും. അവിടേക്ക് വണ്ടികൾക്ക് പ്രവേശനമില്ല. ഈ കാണുന്നത് നല്ലമുടി എസ്റ്റേറ്റ് ആണ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടക്കണം. ഇവിടേക്ക് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശനം. പ്രവേശന ഫീസ് ഒരാൾക്ക് 30 രൂപയും വണ്ടിക്ക് 50 രൂപയുമാണ് ഇവർ ഈടാക്കുന്നത്. കാറിൻ്റെ റേറ്റാണ് ഞാൻ ഈ പറഞ്ഞത്. നല്ലമുടി വ്യൂ പോയിന്റ് എസ്റ്റേറ്റിലൂടെ നടക്കുമ്പോൾ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആകാശവും
മലനിരക്കുകളും എന്തോ കഥകൾ പറയുന്ന പോലെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ കാണുന്നത്. ഇവിടെ കുറച്ചു കഴിഞ്ഞാൽ കയലിൽ പാകി മനോഹരമാക്കിയ റോഡുകളാണുള്ളത്. നമ്മൾ നല്ലമുടി വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നല്ലമുടി വ്യൂ പോയിന്റിൽ ചെറിയൊരു ചായക്കട ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ഗംഭീരമായ ആനമുടി, കൊടുമുടി എന്നിവയുടെ വിശാലമായ കാഴ്ചയാണ് ഈ വ്യൂ പോയിന്റിൽ നിന്നും കാണാൻ കഴിയുന്നത്. ചില ദിവസങ്ങളിൽ ചുറ്റും മേഘങ്ങളും മറ്റു ദിവസങ്ങളിൽ തെളിഞ്ഞതുമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ പോയ ദിവസം വളരെ തെളിഞ്ഞ ആകാശമായിരുന്നു. നമുക്ക് ഇവിടെ ഇരുന്ന് പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും തിളങ്ങുന്ന വെള്ളച്ചാട്ടങ്ങളും കണ്ട് കുറച്ചു നേരം സമയം കളയാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ ഇവിടെ ഇരുന്നാൽ നല്ല മനോഹരമായ കാഴ്ച വിസ്മയങ്ങളും അതുകൂടാതെ തന്നെ തൊട്ടു തലോടി പോകുന്ന കാറ്റും നമുക്ക് ആനന്ദിക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ കഴിയുന്നതാണ്. കൂടാതെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത തന്നെ നല്ല ഫോട്ടോഗ്രാഫി ഏരിയ കൂടിയാണ്. ഇവിടെ നിന്ന് മത്സരിച്ച് റീൽസ് എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു. ഇതിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചു. ഫാമിലിയായി വന്നിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് നല്ലമുടി വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് പോകാൻ തന്നെ മനസ്സ് അനുവദിക്കുന്നില്ല. എങ്കിലും സമയം ഒരുപാടായതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് നല്ലമുടി വ്യൂ പോയിന്റിനോട് വിട പറഞ്ഞു ഇവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി. പോകുന്ന വഴിയെല്ലാം തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ തന്നെ ദൂരെ നിന്നുള്ള മനോഹര വ്യൂവും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ നിന്നാൽ നല്ല മനോഹരമായ കാറ്റ് നിറഞ്ഞ കാലാവസ്ഥ ആസ്വദിക്കാൻ കഴിയും. കൂടാതെ തന്നെ തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളും എവിടെ നോക്കിയാലും നല്ല മനോഹരമായ ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കണ്ണിന് ഇമ്പമാർന്ന കാഴ്ചകൾ മാത്രമാണ്. ഒരു ആൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി നമുക്ക് ഇവിടെ ചുറ്റിക്കറങ്ങാവുന്നതാണ്. വീണ്ടും ഞങ്ങളുടെ കാറ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ പുള്ളിപ്പുലികളും കരടികളും കാണാറുണ്ട്. ഈ പോകുന്ന വഴിയിൽ ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെ കാണാൻ കഴിയുന്നതാണ്. നല്ലമുടി വ്യൂ പോയിന്റിൽ നിന്നും വാൾപ്പാറയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. പോകുന്ന വഴിയെല്ലാം വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട്. ഈ വഴിയിലൂടെയുള്ള യാത്രയിൽ ഞങ്ങൾക്ക് നല്ല ഉന്മേഷം ലഭിക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റും കാഴ്ചകളും അതിമനോഹരം തന്നെയാണ്. കോയമ്പത്തൂരിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെയായാണ് വാൾപ്പാറ സ്ഥിതി ചെയ്യുന്നത്. പൊള്ളാച്ചിയിൽ നിന്ന് 65 കിലോമീറ്റർ പിന്നിട്ട് 40 എയർപിൻ വളവുകൾ കയറിയാണ് വാൾപ്പാറയിൽ എത്തിച്ചേരാൻ. ഇവിടെ ധാരാളമായി സസ്യങ്ങളും ജന്തു പക്ഷി വിഭവങ്ങൾ കാണാൻ സാധിക്കുന്ന പ്രദേശം കൂടിയാണ്. ഇവിടെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളാണ്. വനഭൂമിയിൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. വാൾപ്പാറയുടെ ചരിത്രം തുടങ്ങുന്നത് 1846 രാമസ്വാമി മുതലിയാർ കാപ്പിത്തോട്ടങ്ങൾ ആരംഭിക്കുന്ന കാലം മുതലാണ്. ഈ പ്രദേശത്തിൻ്റെ ആദ്യകാലങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1864 കർണാടിക് കോഫി കമ്പനി അവരുടെ കാപ്പിത്തോട്ടങ്ങൾ ഇവിടെ ആരംഭിച്ചുവെങ്കിലും അവർക്ക് ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. അതിനാൽ അവർ തങ്ങളുടെ ഭൂമിയുടെ ഭൂരിഭാഗവും വിറ്റു. 1875 ഇംഗ്ലണ്ടിലെ വെയിൻസ് രാജകുമാരൻ്റെ സന്ദർശനത്തിനായി പട്ടാളക്കാർ റോഡുകളും ഗസ്റ്റ് ഹൗസുകളും നിർമ്മിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇവിടെ നിയോഗിക്കപ്പെട്ടിരുന്ന പട്ടാളക്കാർ കുതിരകളെയും ആനകളെയും ഉപയോഗിച്ചിരുന്നു. എന്നിരുന്നാലും ഈ സന്ദർശനം പിന്നീട് റദ്ദാക്കപ്പെട്ടു.
1890-ൽ ഡബ്ല്യു വിൻഡറിൽ, സ്നോഡർ എന്നിവർ വാൾപ്പാറയുടെ ഭൂരിഭാഗവും ബ്രിട്ടീഷ് രാജിന് കീഴിലുള്ള മദ്രാസ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നു വാങ്ങുകയും ചെയ്തിരുന്നു. വിൻഡറിൽ ഈ പ്രദേശത്തെ വനഭൂമി വെട്ടിത്തെളിച്ച് തേയില, കാപ്പി എന്നിവ കൃഷി ചെയ്തു. കാർവാർ മാഷ് എന്ന പരിചയസമ്പന്നനായ തോട്ടക്കാരൻ്റെ സഹായം തേടിയിരുന്നു. 250 രൂപ ശമ്പളപ്രകാരമാണ് അദ്ദേഹത്തെ ഇവിടെ നിയോഗിച്ചത്. വാൾപ്പാറ ടൗണിൽ നിന്നും ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ച് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴി വാൾപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്കാണ്. പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വഴിയിൽ 40 ഹെയർപിൻ വളവുകൾ കാണാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ പ്രദേശത്തേക്ക് റോഡ് ഗതാഗതം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ നിന്നും ചാലക്കുടിയിൽ നിന്നും സംസ്ഥാന പാത 21 അതിരപ്പള്ളി, വാഴച്ചാല, മലക്കപ്പാറ വഴി വാൾപ്പാറയിൽ എത്തിച്ചേരാം. യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ ഇവിടെ മഴയുടെ സാന്നിധ്യമുണ്ട്. വളരെ രസകരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓറഞ്ച് മരങ്ങളെല്ലാം വെട്ടി നിർത്തിയിരിക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ്. ഈ കാണുന്ന വ്യൂ പോയിന്റാണ് കാർവാർ മാർഷ്. കുറച്ച് സമയം ഫാമിലിയൊത്തും ഫ്രണ്ട്സായും ഇരിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഈ വ്യൂ പോയിന്റ്. ഇവിടെ നിന്നാൽ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ കാർ പാർക്കിന് സ്ഥലം പരിമിതിയാണ്. എന്നിരുന്നാലും ഇവിടെ വന്ന് ഈ വ്യൂ പോയിന്റ് കാണാതെ പോകുന്നത് ഉചിതമല്ല. അത് കഴിഞ്ഞ് വണ്ടി മുന്നോട്ടെടുത്തു. പോകുന്ന വഴിയിൽ നിന്നും കിട്ടിയ മനോഹരമായ ദൃശ്യമാണ് ഈ കാണുന്നത്. കണ്ണെത്താ ദൂരത്തോളം ലയങ്ങൾ മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ കാഴ്ചയുടെ ആസ്വാദനം എത്രമാത്രം എന്ന് നിങ്ങൾക്ക് കണ്ട് തന്നെ അറിയാവുന്നതാണ്. മഞ്ഞിൽ മൂടിയ മലകളും പച്ചപ്പും ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. ഇവിടെ നല്ല ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് ഈ കാണുന്ന ഇടം. അവിടെ നിന്നും ഞങ്ങൾ വണ്ടി മെല്ലെ മുന്നോട്ടെടുത്തു. ഒരു ചായ കുടിക്കാനായി വണ്ടി ഇവിടെ സൈഡാക്കി. ഇവിടെ ഗ്രാമത്തിലുള്ള ആൾക്കാരെ കാണാനും കൃഷി ചെയ്യുന്ന വണ്ടിയും എല്ലാം കണ്ടുകൊണ്ട് കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചു. ഇവിടെ നിന്ന് നോക്കിയാൽ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയും പുതിയ പ്ലാന്റ് വച്ചുപിടിപ്പിക്കുന്നതും കാണാൻ സാധിക്കുന്നതാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഇടചേർന്ന് ഓറഞ്ച് മരങ്ങളും വച്ചുപിടിപ്പിച്ചിരിക്കുന്നതും കാണാൻ കഴിയും. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടം. ഈ ഏരിയയിലെല്ലാം പുലികളുള്ളതിനാൽ സൂക്ഷിച്ചു വേണം യാത്ര ചെയ്യാൻ. റോഡിൽ മുറിച്ചു പോകുന്ന പുലികളെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. രാത്രി കാലങ്ങളിൽ സേഫായി വേണം ഡ്രൈവ് ചെയ്യാൻ. ഇവിടെ നിന്ന് നോക്കിയാൽ ഡാമിൻ്റെ വ്യൂ കാണാൻ സാധിക്കുന്നതാണ്. ആലിയാർ ഡാമിൻ്റെ വ്യൂ ആണ് നമുക്ക് ദൂരെ നിന്ന് കിട്ടുന്നത്. വാൾപ്പാറയിൽ കുറച്ച് മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് അണ്ണാമലൈ ടൈഗർ റിസർവ്. വാൾപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. പോകുന്ന വഴിയെല്ലാം 40 ഹെയർപിൻ വളവുകൾ ഇറങ്ങിയാണ് പോകുന്നത്. ഈ പോകുന്ന വഴിയെല്ലാം വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെ സമ്മാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആലിയാർ ഡാമിൻ്റെ മനോഹരമായ വ്യൂ തന്നെയാണ്. പോകുന്ന വഴിയെല്ലാം ചെറിയ വാട്ടർഫോൾസുകൾ അവിടെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ എയർപിൻ വളവുകൾ ഇറങ്ങുമ്പോഴും ആലിയാർ ഡാമിൻ്റെ വ്യൂ അടുത്തടുത്തായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആലിയാർ ഡാമിൻ്റെ മനോഹരമായ വ്യൂ മാത്രമല്ല ഇവിടെ നിന്നാൽ നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ആ എയർപിൻ വളവിൻ്റെ മനോഹരമായ ദൃശ്യവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 40 ഹെയർപിൻ വളവുകൾ കയറി വരുന്ന മനോഹരമായ ദൃശ്യവും നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്നും ദർശിക്കാവുന്നതാണ്. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ കാണുന്നത്. ആലിയാർ ഡാമും കുന്നുകളും എന്തുവേണ്ട
ഒട്ടുമിക്ക കാഴ്ചകളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. പൊള്ളാച്ചി വാൾപ്പാറ റൂട്ടിലേക്കുള്ള ഈ ചുരം വളരെ നാരോ വിഡ്ത്തിലുള്ള ചുരമാണ്. ആയതിനാൽ ഇവിടെ പാർക്ക് ചെയ്ത് ഇതുപോലുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നത് വളരെ റിസ്ക്കായ കാര്യമാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്പേസ് ഉള്ള സ്ഥലം നോക്കി വേണം വണ്ടി പാർക്ക് ചെയ്യാൻ. ഞങ്ങൾ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയെല്ലാം വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. മുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരുന്ന വണ്ടികളും താഴെ നിന്നും മുകളിലേക്ക് കയറി വരുന്ന വണ്ടികളും കണ്ടുകൊണ്ട് ചുരമിറങ്ങി ഞങ്ങൾ താഴെ എത്താറായി. താഴെ എത്താറാവുമ്പോഴും ഡാമിൻ്റെ ഭംഗി വളരെ മനോഹരമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഡാമിൽ നിറച്ച് വെള്ളമുള്ള സമയത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഡാമിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. നല്ല രസകരമായ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഈ യാത്ര സമ്മാനിച്ചത്. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അടുത്ത യാത്രയിൽ മനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതാണ്. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.